ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് കഴിഞ്ഞ സാറ്റർഡേ ആൻഡ് സൺഡേ അതിലെ 2 ദിവസത്തെയും ഈവനിങ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സാറ്റർഡേ വ്ളോഗ് എടുത്ത് തുടങ്ങി, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൺഡേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു, അപ്പോൾ അതുകൂടെ ഒന്ന് വ്ളോഗ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതും ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് വ്ളോഗ് ചെയ്യുന്നത്. സോ അപ്പം രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വ്ളോഗാക്കിയെന്നുള്ളത്. സോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ വാങ്ങിച്ച പുതിയൊരു സാധനം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചേക്കാം കേട്ടോ. ഒരു പുതിയ മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും അത് നിങ്ങളെയൊക്കെ കൂടി കാണിക്കുന്നത് ഒരു സന്തോഷമാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്കൊരു വിഷ് ലിസ്റ്റ് വേണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ച ഒരു ബുക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷ് ലിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട് ഓരോ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ദെൻ അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അത് മാനിഫെസ്റ്റ് ആവും. നമ്മളതിന് വേണ്ടി വർക്ക് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെച്ചൊരു കാര്യമായിരുന്നു ഇതേപോലൊരു മൈക്ക് വാങ്ങുക എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന മൈക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 300 രൂപ സംതിങ് അത്രയുള്ളൊരു മൈക്കാണ്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചതാണ്. ആ മൈക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിപ്പോൾ അത്ര സുഖമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതിന് ശേഷം എൻട്രിയിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങുന്നു. അതും ഒരു 500-600 ആ ഒരു റേഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതിൻ്റെയും സൗണ്ട് ക്ലാരിറ്റി അത്ര പോരാ. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടായിരുന്നു ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതും അതേപോലെ നമ്മുടെ PC ക്ലൈംബർ എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ ചെയ്തത്. അപ്പോൾ പല കുട്ടികളും ഇങ്ങനെ പറഞ്ഞു സൗണ്ടിൽ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൈക്ക് വാങ്ങണമെന്ന് കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മൈക്ക് എന്ന് വെച്ചാൽ ഒരുപാടല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം യൂസ് ഉള്ളതാണല്ലോ. അപ്പോൾ ഒരുപാട് എഫോർട്ട് ഇടാതെ തന്നെ സൗണ്ട് കുറച്ച് നല്ല ക്ലാരിറ്റിയോട് കിട്ടുന്ന ഒരെണ്ണം വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഇതൊരു 4600 സംതിങ് ആയിട്ടോ ഈ ഒരു മൈക്കിന്. അപ്പോൾ അങ്ങനെ അതും വാങ്ങാൻ പറ്റി. ഇത് അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി കിട്ടും, അതേപോലെ തന്നെ നോയ്സൊക്കെ ക്യാൻസലാവും. പിന്നെ നമുക്ക് ഒരുപാട് ഒരു എഫോർട്ട് എടുത്തെന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ടിൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ടതില്ല. അത്യാവശ്യം ഒരു കുറച്ച് സൗണ്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ നോയ്സ് ഉണ്ടെങ്കിലും അതൊക്കെ ക്യാൻസൽ ചെയ്ത് നല്ല സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൈക്കാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ മുമ്പ് വാങ്ങാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് പോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അതിൻ്റേതായ ഓരോന്നും നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സമയമുണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും. പിന്നെ അതേപോലെ ചാർജും ഒക്കെ അത്യാവശ്യം കുറച്ച് നേരം നിൽക്കും കേട്ടോ. ഞാൻ മുമ്പ് യൂസ് ചെയ്ത മൈക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും അത് ചാർജ് തീരും. പിന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വേണം പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു റിസീവറും 2 ട്രാൻസ്മിറ്ററും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ചാർജ്ലെസ് ആയാലും സെക്കൻഡ് വൺ ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റും. സോ ആ ഒരു ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യാതെ തന്നെ, എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വേഗം തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ സാറ്റർഡേ ഈവനിങ് തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഈവനിങ് അല്ല, ഒരു 7 മണിയൊക്കെ ആയി. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഞാനും ഏട്ടനും മാവയും അവിടെയായിരുന്നു. സാറ്റർഡേ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. പിന്നെ ഞങ്ങളിനി സൺഡേ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ചിക്കൻ വാങ്ങിച്ചൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ടോ ഒരു നല്ല രീതിയിലൊരു കുക്കിംഗ് ചെയ്തിട്ട്. ഇപ്പോൾ അത്യാവശ്യം വീട്ടിൽ വേണ്ട വല്ലോ തോരൻ വെക്കും, അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ വെക്കും, അല്ലാതെ കുക്കിംഗ് അങ്ങനെ ചെയ്യാറേ ഇല്ല. പക്ഷെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലുണ്ടല്ലോ, അമ്മൂസ് ക്രിയേറ്റീവ് എഡ്ജ്, ഇപ്പോൾ ഞാൻ പേര് മാറ്റിയതാണ്, കുറച്ച് 1-2 വർഷമായി പേര് മാറ്റിയിട്ട്. അതിന് മുമ്പ് ആക്ച്വലി ഇത് അമ്മൂസ് കിച്ചൺ ആയിരുന്നു കേട്ടോ. അതായത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുക്കിംഗ് വീഡിയോസ് ഇട്ട ആ സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതൊക്കെ. അതിനുശേഷം PSCയിലേക്ക് വന്ന സമയത്ത് ഞാൻ എന്താ കുക്കിംഗ് ചാനൽ നിർത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ, PSCയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം കുക്കിംഗ് ആകുമ്പോൾ പല റെസിപ്പീസും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുന്നു, 1-2 വട്ടമൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി സമയം അവിടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് ഫസ്റ്റ് ഒരു തവണ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും എനിക്കും കൂടുതലും ഹെൽപ്ഫുൾ ആവുന്നത് ഈ വ്ളോഗിങ് ചെയ്യുന്നതാണല്ലോ, ലൈക്ക് ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണല്ലോ എന്നുള്ളത് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് മാറുന്നത്. മുമ്പൊക്കെ ധാരാളം കേക്കുകളും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കേക്കുകളായിരുന്നു നമ്മൾ മുറിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം കേട്ടോ. പക്ഷേ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ എന്താ പറയുക, അത് കഴിഞ്ഞിട്ടുള്ള പണികൾ ഓർക്കുമ്പോൾ ഉണ്ടാക്കാനേ തോന്നില്ല. കാര്യം കുറേ
അതിൻ്റെ പുറകെ പിന്നെ കുറേ സമയം പോലും. ഇപ്പോൾ നമ്മൾ ക്ലാസ്, പഠനം, പിന്നെ വാവയുള്ളതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സൈഡാക്കി വെച്ചേക്കുവാണ്. പണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ഓവനൊന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ വീട്ടിൽ ഓവനുണ്ട്. പക്ഷേ ഓവൻ വന്നിട്ട് ഇതുവരെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. അന്ന് ഞാൻ ഇതേപോലെ ഒരു വ്ലോഗ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തായാലും ഈ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈ കിട്ടില്ല. അപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കൂടാതെ കപ്പ നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയിട്ടുള്ള ഒരു മുളക് ചമ്മന്തി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ടുള്ള സബോളയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എണ്ണ നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ സബോളയും ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട്, ഇഞ്ചി വളരെ ഒരു ചെറിയ പീസ് മതി കേട്ടോ, നന്നായിട്ട് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഇവിടെ വീട്ടിൽ അമ്മ എപ്പോഴും ഇങ്ങനെ നമ്മൾ കപ്പയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈ രീതിയിൽ മുളക് ചാലിക്കും കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ചാലിച്ചെടുത്താൽ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ആ ഒരു കമ്മിറ്റി അംഗമാണ് അമ്മയൊക്കെ. അപ്പോൾ ഉത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഉത്സവ കമ്മിറ്റിയിലുള്ളവർ രാത്രിയിലൊക്കെ നിന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇതേപോലെ കപ്പയും എന്തെങ്കിലും മുളകിടിച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അവർ അമ്മയുടെ അടുത്താണ് ഈ മുളകിടിച്ചത് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കും അത് വീട്ടിൽ കഴിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതേപോലെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഫ്രൈ ചെയ്യുവാണ്. ഞാൻ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇതൊരു റെസിപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. കാര്യം നമ്മുടെ വീഡിയോയുടെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാഞ്ഞത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇന്ന് സാറ്റർഡേ ആണ്, അതായത് 23-ാം തീയതിയാണ് കേട്ടോ, നവംബർ 23 അപ്പോൾ ഇന്ന് വൈക്കത്തഷ്ടമിയാണ്. വൈക്കം എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിനെയാണ് ഈ അഷ്ടമി എന്ന് പറയുന്നത്. ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അഷ്ടമിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പു വന്നിട്ടുണ്ട്. അതായത് അപ്പുവും അതേപോലെ എൻ്റെ അനിയത്തിയും പിന്നെ ചുറ്റയുടെ മക്കൾ അവരെല്ലാവരും പിള്ളേരൊക്കെ കൂടിയിട്ട് രാത്രി പോകാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 1-2 വട്ടം പോയതാണ് കേട്ടോ. സോ അവരൊക്കെ വീട്ടിലുണ്ട്. അവർ കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു 9 മണി മറ്റോ ആകുമ്പോഴാണ് അവർ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. വെളുപ്പിനോട് കൂടിയാണല്ലോ അവിടെ പരിപാടി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9:30 ആയിട്ടോ. 7 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. അതിനുശേഷം ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിലേക്ക്, അതായത് ഏട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട് അടുത്തായതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഏട്ടൻ അതുകൊണ്ട് കൊടുക്കാൻ കപ്പയും മുളകും അതേപോലെ ചിക്കൻ ഫ്രൈയും കൂടെ കൊടുക്കാൻ പോയേക്കുവാണ്. ഞാനപ്പം ഇനി ഇതിന് ശേഷം പഠിക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ വാവ ആയിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു, അങ്ങനെയൊക്കെ പോയി. സോ ബാക്കി വീഡിയോ വരുന്നത് നെക്സ്റ്റ് ഡേ, അതായത് സൺഡേയിലെ വൈകുന്നേരം അല്ല, അതും ഇതേപോലെ ഒരു 7 മണി തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൺഡേ മോർണിംഗ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ട് പോയായിരുന്നു. സോ അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടോ. ഇതേപോലെ തന്നെ അന്നും വൈകുന്നേരം വരെ വേറെ പരിപാടികളൊന്നും നടന്നില്ല. എന്നുവെച്ചാൽ പ്രൊഡക്റ്റീവായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ മുമ്പ് പറയാൻ മറന്നുപോയി. അതായത് വാവയ്ക്ക് പനിയായിരുന്നു കേട്ടോ. ഒരു 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. ഇപ്പം മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ ആൾ വഴക്കൊക്കെ ആയിരുന്നു. പനി വന്നു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അവൻ്റെ ഒപ്പം ആയിരുന്നു. അതുകൊണ്ടും ഈ പറഞ്ഞ പോലെ സൺഡേ കുറേ സമയമൊക്കെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാനൊരു 7 മണി ആയപ്പോഴത്തേക്കുമാണ് ഇരുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ട്, അതിനുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമ്മുടെ PSC ക്ലൈംബറിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കണം. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് സമയം പഠിക്കാമെന്ന് കൂടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ടൈമർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് വീഡിയോയിൽ കാണിച്ചേക്കാം കേട്ടോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തേക്കാം. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ടൈം മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ടൈമറിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതേപോലെ കണ്ടോ, സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ടൈമർ ഓൺ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു സൗണ്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് പഠിത്തം നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ.
അപ്പോൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഞാൻ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോട്ട്സൊക്കെ ഉണ്ടാക്കാൻ ഇരിക്കുന്ന സമയത്ത് നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഒരു 2 മണിക്കൂർ വരെ കസേരയിൽ നിന്ന് നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ഇങ്ങനെ ഓണാക്കി വെക്കും. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഇത് എണീറ്റിട്ട് ഒന്ന് നടന്ന് ഒക്കെ വന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ വന്ന് നോട്ട്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതേ സെയിം കാര്യം നമുക്ക് ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ടൈമർ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര നേരമാണ് നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഫോൺ യൂസ് ചെയ്തും അങ്ങനെ വെക്കാറില്ല. ഞാനങ്ങനെ ഒരുപാട് നേരം ഫോണിൽ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ഈ നമ്മൾ വെറുതെ കുറച്ച് ഫ്രീ ടൈം ഒക്കെ പോലെ ഇപ്പോൾ വാവയുടെ അടുത്തുമൊക്കെ കളിച്ചൊക്കെ കുറച്ച് നേരം നടക്കുമല്ലോ, അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓണാക്കി വെക്കാറുണ്ട്. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്ക് ടു എന്താണ് ഇപ്പോൾ വർക്കാണെങ്കിൽ വർക്ക് അല്ലെങ്കിൽ പഠിത്തമാണെങ്കിൽ പഠിത്തത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനത് വളരെ എന്താ പറയുക ഒന്ന് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വാവയുടെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അല്ലാതെ ഇങ്ങനെ ചുമ്മാ നമ്മൾ സമയം കളയുമല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതായത് ചില വീഡിയോസിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ PC ക്ലൈംബറിൽ ആഡ് ചെയ്യാൻ വിട്ടുപോകും എന്നല്ല, ആ ഒരു തിരക്കിലായിരിക്കും പലപ്പോഴും വീഡിയോസ് ഇടുന്നത്. ഡെയിലി പോകേണ്ട ക്ലാസ് തലേദിവസം ഷൂട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ആ ദിവസം തന്നെ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് എങ്ങനെയെങ്കിലും ഇടാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അങ്ങനെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തു. അതിനുശേഷം എൻട്രിയുടെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കാനുണ്ട്. എനിക്ക് SSCയുടെ ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, SSCയുടെ കെമിസ്ട്രിയാണ് ഇപ്പം കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഫിസിക്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് നോട്ട്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏട്ടൻ ബെഡും ഒക്കെ നല്ല റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഏട്ടനാണ് മിക്കപ്പോഴും ബെഡ് വിരിക്കാറുള്ളത് കേട്ടോ. കാര്യം നല്ല രസമായിട്ട് ആൾ വിരിക്കും. പിന്നെ അതേപോലെ ഏട്ടൻ തന്നെ വാവേനെ താഴെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉറക്കിയിട്ട് പൊക്കത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ കിടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വയ്യാതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവൻ കുറച്ച് സമയം എടുക്കും ഒന്ന് ഉറങ്ങി വരാൻ. അപ്പോൾ ചേട്ടൻ എന്തായാലും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ആളെങ്ങനെയെങ്കിലും ഉറക്കിക്കോളും. പിന്നെ അതേപോലെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ചെയ്തിട്ട് ബാക്കി നോട്ട്സിലും ഇതിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം, ക്ലാസ്സിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം തുണി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും അത് എല്ലാ ദിവസവും തന്നെ മടക്കി വെച്ചിട്ടേ കിടക്കാറുള്ളൂ. സോ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. മീൻസ് നമ്മുടെ PSC ക്ലൈംബറിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് അത് ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് സമയം പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അതായത് നമ്മളെപ്പോഴും പറയില്ല, കുറച്ച് മീ ടൈം വേണം. അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ഒരേപോലെ ആയിരിക്കില്ലല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും എനിക്ക് ഒത്തിരി കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ വാവ വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്കൊരു അത്ര ഒരു നല്ല മൂഡായിരുന്നില്ല കേട്ടോ സൺഡേ വൈകുന്നേരം. ഈ ഒരു രാത്രി സമയത്ത് ഭയങ്കര എനിക്ക് പഠിക്കാനും ഒന്നും തോന്നാതെ ഈ ഒരു ജോലിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ചെയ്യാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു, ലൈക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക, ഇങ്ങനെ മടുത്തിരുന്ന് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ മൂഡ് ഔട്ട് ആവുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പുസ്തകം വായിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വായിക്കും. അതേപോലെ ജേർണലിങ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗോൾ ലിസ്റ്റ്, അതേപോലെ അങ്ങനത്തെ എൻ്റെ ഡ്രീംസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഡയറി വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഗോൾ ലിസ്റ്റൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ അച്ചീവ് ചെയ്ത കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വാങ്ങാൻ സാധിച്ചു, ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഏൺ ചെയ്ത് എനിക്ക് വാങ്ങാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. അതല്ലാതെ എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതായത് എല്ലായ്പ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണമെന്നില്ല, പക്ഷെ മാക്സിമം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എങ്കിലും മനുഷ്യരാണ്, ഇമോഷൻസും ഒക്കെ ഉള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം, അതല്ലാതെ നമുക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്ക് അത് ആ ഒരു വിഷമം നമ്മളെ മെൻ്റലി ബാധിക്കാം. ഇതേപോലെ വാവയ്ക്ക് എന്തെങ്കിലും അസുഖം വരും, അതിൻ്റെ ഒരു സ്ട്രെസ്സും ഒക്കെ നമുക്കുണ്ടാകും. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ 2 ദിവസം അടുപ്പിച്ച് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഒട്ടും തന്നെ ഇപ്പോൾ ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല, അവൻ്റെ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട്. പിന്നെ എന്തോ നമുക്കൊരു മൂഡ് സ്വിങ്സും, ഓഫ് കോഴ്സ് എൻ്റെ പീരിയഡ്സിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നല്ല ചെറുപ്പത്തിലായിരുന്ന സമയത്തൊക്കെ ഈ പീരിയഡ്സിനെ പറ്റിയൊക്കെ അച്ഛൻ്റെയോ ഒക്കെ മുമ്പിൽ വെച്ച് പറയാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്കുണ്ടാവുന്ന മൂഡ് ചേഞ്ചും ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ജേർണലിങ് ചെയ്യാം, അതേപോലെ പുസ്തകം ഇരുന്ന് വായിക്കാം. അപ്പം നമുക്കൊരു മൂഡ് മാറും.
അപ്പോൾ അങ്ങനെ ഞാനൊരു ടൈം ലിമിറ്റ് വെച്ചു. അല്ലെങ്കിൽ ഞാൻ ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു പണിയായതുകൊണ്ട് കുറേ നേരം അവിടെ അങ്ങ് ഇരിക്കും. ഞാൻ ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വീഡിയോ പോസ് ചെയ്ത് ഫോൺ മാറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ അത് ചെയ്തത്. കാര്യം ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എനിക്കിതിൽ ഫുൾ കോൺസെൻട്രേഷൻ വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അധികം വീഡിയോസിലൊന്നും ഞാൻ ഈ ഒരു ജേർണലിങ്ങും ഒന്നും കാണിച്ചിട്ടില്ല. അതേപോലെ രാവിലെ ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല, പക്ഷെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. PSC ക്ലൈംബറിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ കസേരയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കട്ടിലിൽ വെച്ചിട്ട് ചെയ്യാമെന്ന്. അതായത് കട്ടിലിൻ്റെ ആ ഒരു കട്ടിലല്ല, ഇത് ബെഡ് താഴെ എടുത്തിട്ടേക്കുവാണല്ലോ. അപ്പോൾ ബെഡ് നല്ലൊരു ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് നമ്മൾ നിലത്തിരുന്നിട്ടുണ്ടെങ്കിൽ ബെഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ PSC ക്ലൈംബറിൽ നമ്മൾ വീഡിയോസ് ഫേസ് ഒന്നും കാണിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇനി കുറച്ച് സമയം പഠിക്കാം. ഒരു 25 മിനിറ്റ്സിൻ്റെ ടൈമർ ഞാൻ വെച്ചിട്ടുണ്ട്. SCRT ആണ് കേട്ടോ പഠിക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇനി കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചു. SCRT ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു ലിസ്റ്റ് പോലെ എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിച്ചില്ല കേട്ടോ. കാര്യം അതിനിടയ്ക്ക് ക്ലാസ് കുറച്ച് കയറി വന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നുമല്ലോ. പക്ഷേ കുഴപ്പമില്ല, പറ്റണ പോലെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും 3 ചാപ്റ്റേഴ്സ് പഠിക്കാമെന്നുള്ള രീതിയിൽ ഇത് SCRT ആ ഒരു ചാപ്റ്റർ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിവിഷൻ പോലെ ഒന്ന് നോക്കിയാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പം ഇന്ന് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളെങ്കിലും പറ്റുന്നത്ര പഠിക്കാം. ഇനിയിപ്പോൾ നാളെയൊക്കെ എനിക്കിനി അടുത്ത അഡ്ഹോക്കിലേക്ക് പോകാനുള്ള ഡേറ്റ് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻട്രിയുടെ ക്ലാസ്സുകളൊന്ന് ഒരു ഓർഡർ ആക്കിയാലാണ്, അതായത് ഒരുമാതിരി ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് കൊടുത്താലേ ഇനി അഡ്ഹോക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനം ഒരുപാട് കൺജസ്റ്റഡായി ആകെ മൊത്തം സ്ട്രെസ്സായി പോവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം എൻട്രിയുടെ ക്ലാസ്സുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പഠിക്കാനുള്ളൊരു സമയത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെയൊക്കെ എണീറ്റിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷേ വാവയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉറക്കം ഒട്ടും ശരിയാവണേ ഇല്ല. ഒന്നാമത് ഞാൻ കിടക്കുമ്പോൾ തന്നെ 12 മണിയാവും. പിന്നെ എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണുറക്കാനേ പറ്റില്ല. കാര്യം അതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ എണീറ്റിട്ടുണ്ടല്ലോ. സോ അപ്പോൾ എന്തായാലും കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുമല്ലോ. പിന്നെ എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പറ്റുന്ന ദിവസം 5 മണി അല്ലെങ്കിൽ 5:30 എണീക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നേരത്തെ നമ്മൾ കിടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് എണീക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവൻ എന്തായാലും ഉറങ്ങി വരുമ്പോഴത്തേക്കും ഒരു 10-നുള്ളിൽ എന്തായാലും ഉറങ്ങും. പക്ഷേ ആ ഉറങ്ങുന്ന സമയമൊക്കെ ഇടയ്ക്ക് വഴക്കാണെങ്കിൽ പിന്നെ ഞാൻ ആ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് അവ ഉറങ്ങുമായിരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇവന് ഉറങ്ങിക്കഴിഞ്ഞാണ് ഞാനിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 12 മണി വരെയൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എന്തായാലും ഉള്ള സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. വളരെ ഒരു ചെറിയ വ്ളോഗാണ്, എന്തൊക്കെയോ പറയുന്നൊരു വ്ളോഗാണ്, 2 ദിവസത്തെ കാര്യങ്ങൾ. ഇനി എൻ്റെ മോർണിംഗ് റൊട്ടീൻ വെച്ചിട്ട്, അതായത് നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ, ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പോലത്തെ, എന്നോട് 1-2 പേര് ആ ഒരു വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണിൻ്റെ യൂട്യൂബ് അഡിക്ഷൻ കുറയ്ക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ PSC പഠിച്ചു മടുത്തവർ ഇനി എങ്ങനെ PSCയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കൂടെയൊക്കെ ചെയ്യാനുണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.